മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. കള്ളക്കണക്കുകൾ കൊണ്ട് മുടക്കോട്ട കെട്ടി മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കുമേൽ കരുതൽ വീഴ്ത്തുന്ന അധികാരി വർഗത്തിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ പിന്നടക്കമില്ലാത്ത സമരപോരാട്ടങ്ങളുടെ പ്രതിരോധത്തിന്റെ മൂർച്ചയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമായി പ്രത്യേകിച്ച് അതിന്റെ മലപ്പുറം പടയുമായി ഇത് കടന്നു വരികയാണ്. മലപ്പുറം കളക്ടറേറ്റിലേക്ക് മലപ്പുറം കളക്ടറേറ്റ് സജ്ജം വഹിക്കുന്നത് വേറിട്ട ഒരു സമരത്തിലാണ്. ഈ പോരാട്ടത്തിന് മുമ്പിൽ സർക്കാർ മറ്റുനടക്കുന്നത് ലക്ഷ്യം മലപ്പുറം ജില്ലയിൽ സർക്കാർ മേഖലയിൽ 839 ഹയർ സെക്കൻഡറി ബാച്ചുകളിലായി 52,600 പ്ലസ് വൺ സീറ്റുകളാണുള്ളത്. സീറ്റുകൾ ഉൾപ്പെടെ 54,925 സീറ്റുകളുണ്ട്. ഈ വർഷം അപേക്ഷിച്ചവരുടെ എണ്ണം 82,000 പ്രാഥമികമായ ഈ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ 26,820 വിദ്യാർത്ഥികൾ കേരളത്തിലെ മറ്റൊരു ജില്ലകളില്ലാത്ത വലിയ വിവേചന ഭീകരത അനുസരിച്ചുകൊണ്ട് ഉപരിപഠന സാധ്യത നിഷേധിക്കുമ്പോൾ വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പിൽ നോക്കുകുത്തിയായി നിൽക്കാൻ ജനാധിപത്യ ബോധമുള്ള ഒരു കൂട്ടർക്കും സാധ്യമല്ല എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഫ്രട്ടേണിറ്റി സംഘടിപ്പിക്കുന്ന വമ്പിച്ച ബഹുജന മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. മലപ്പുറത്തിന്റെ അധികാരി വർഗം, കേരളത്തിന്റെ അധികാരി വർഗം ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്. ഇതിനു മുമ്പിൽ ശക്തമായ തീരുമാനമെടുത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കും വരെ സന്ധിയില്ലാ സമരം ജയിച്ച വാരിയം കൊല്ലത്ത് കുഞ്ഞഹമ്മദ് ആശികളുടെയും ആലി മുസ്ലിയാരുടെയും പാരമ്പര്യമുള്ള ജനതയിത ഐക്യ കേരളം രൂപപ്പെട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ രംഗത്ത് പ്ലസ് വണ്ണിന് സീറ്റില്ലാതെ മതിയായ ബാച്ചുകളില്ലാതെ തെരുവിലലയുകയാണ്. അനീതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത വിവേചനങ്ങളോട് സമരസപ്പെടാത്ത പേരിന്റെ വിദ്യാർത്ഥി ശബ്ദം ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇതാ ബഹുജന മാർച്ച് കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് കലക്ട്രേറ്റിലേക്ക് ശക്തമായ പോരാട്ടവുമായി കഴിഞ്ഞ കുറെ നാളുകളായി ഫ്രട്ടേണിറ്റി ഇവിടെയുണ്ട്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, ആശീർവദിക്കുക പ്രിയമുള്ളവരെ.
ഹലോ 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 മുരളി അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമരം ഇന്ന് ഇവിടെ താൽക്കാലികമായി അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. ഓണം ഉപരോധം
മുഴുവൻ പ്രവർത്തകരും മുതിർന്നവരും എല്ലാവരും രക്ഷിതാക്കളും എല്ലാവരും റോട്ടിലിരുന്ന് ഈ ഉപരോധ സമരത്തിന്റെ ഭാഗമാകണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവരും നിഷാദ്, മലപ്പുറത്ത് ഇപ്പോൾ ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ ബഹുജന മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി എത്തിയത്. ഏതാനും ഈ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇനി നടക്കാനുള്ളത് ഉദ്ഘാടന സമ്മേളനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം പട എന്ന പേരിലാണ് ഈ ഫ്രട്ടേണിറ്റിയുടെ മാർച്ച് ഇങ്ങോട്ട് നടന്നത്. എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറത്ത് ആകെ പുതിയ കണക്ക് പ്രകാരം 27,000-ലധികം വിദ്യാർത്ഥികളുടെ കുറവാണ് ഉള്ളത്. ഈ കുട്ടികൾക്ക് സീറ്റിന്റെ കുറവാണ് ഉള്ളത്. ഈ VHSCയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നേരത്തെ പ്രവേശനം അലോട്ട്മെന്റ് ലഭിക്കുകയും പ്രവേശന നേതാക്കളെ ഉൾപ്പെടെയുള്ള കണക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി കണക്ക് പറയുന്നത്. എന്നാൽ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ സീറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി മലപ്പുറത്ത് വിവിധ തരത്തിലുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം നടക്കുകയാണ്. എന്തായാലും ഈ പരിപാടി ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ഇതിന് ശേഷം ഈ പ്രധാന പരിപാടിക്ക് ശേഷം ഒരുപക്ഷെ കലക്ടറേറ്റിലേക്ക് തള്ളിക്കയറുന്നത് ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ നാസർ കീഴ്പറമ്പ്, മറ്റു സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ, ഈ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ, മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും ഫ്രട്ടേണിറ്റിയുടെ അതിന്റെ ഭാഗമായിട്ട് മലപ്പുറത്തെ എല്ലാ കുട്ടികൾക്കും മെറിറ്റിൽ തന്നെ പഠിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുക എന്ന ഉദ്ദേശം വെച്ച് നടത്തുന്ന മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായി നടത്തുന്ന മലപ്പുറം പട എന്ന പരിപാടിയിലാണ് നാം എല്ലാവരും. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കെ ഷെബി, അതുപോലെ ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ്, അതേപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സംസ്ഥാന ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന അധ്യക്ഷൻ നെയ്യ് കപൂർ, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ ഫ്രട്ടേണിറ്റി ഉപാധ്യക്ഷൻ ജംഷീൽ അബൂബക്കറിനെ ക്ഷണിച്ചുകൊള്ളും. ഈ മലപ്പുറം കുട സമരത്തിന്റെ ഉദ്ഘാടകൻ, പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന ഉപാധ്യക്ഷൻ, കേരളത്തിലെ അറിയപ്പെടുന്ന ഉജ്ജ്വലവാഗ്മിയുമായിട്ടുള്ള കെ ഷെഫി, വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ നാസർ കീഴ്പറമ്പ്, ഇവിടെ സ്വാഗതം പറഞ്ഞ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി സാദറ ശിഹാബ്, ജനറൽ സെക്രട്ടറി ബാസിത്താനൂർ, മലപ്പുറം മെമ്മോറിയൽ സമരത്തിന്റെ കൺവീനറും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനുമായിട്ടുള്ള VPS സുഹൃത്തുക്കൾ, ഈ സമരത്തെ നയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ നേതാക്കൾ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തശ്രീഫ് KP, ബഹുമാനിയായിട്ടുള്ള നേതൃപ്രവർത്തകർ, അതുപോലെ രക്ഷിതാക്കൾ, ഞങ്ങളെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, മാധ്യമപ്രവർത്തകർ, ഒരു മുഖമുദ്ര ആവശ്യമില്ലാതെ തന്നെ നമ്മൾ എന്തിനും വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് എന്ന് മലയാളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മൾ വളരെ ചെറിയ, കേൾക്കുമ്പോൾ ചെറുത് എന്ന് തോന്നുന്ന, എന്നാൽ 26 വർഷക്കാലമായിട്ട് മലപ്പുറം ജില്ല അനുഭവിക്കുന്ന ഒരു വിവേചന ഭീകരതയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്ന ഈ സമരത്തിലൂടെ പറയുന്ന ഒരൊറ്റ ഡിമാൻഡ്, അതിനർത്ഥം മലപ്പുറത്തിന് വേറെ ആവശ്യങ്ങളില്ല എന്നതല്ല, മലപ്പുറത്തോട് മറ്റൊരു മേഖലയിലും വിവേചനങ്ങൾ കാണിക്കുന്നില്ല എന്നതല്ല. ഈ സമയത്തിന്റെയും സന്ദർഭത്തിന്റെയും തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട്
സവിശേഷമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ മലപ്പുറം ജില്ലയിൽ ഈ വർഷം 10ാം തരം പാസ്സായിട്ടുള്ള അഥവാ ഈ വർഷം +1 അപേക്ഷിച്ചുള്ള മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ അവസരം വേണം. വളരെ സിമ്പിളാണ്, കേൾക്കുമ്പോൾ ലോജിക്ക് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതി. പഠിക്കാൻ അവസരം വേണം. ഒരു നാട്ടിൽ പഠിക്കാൻ അവസരം വേണമെന്ന് അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെടുക, അതും സാക്ഷര കേരളം എന്ന് അവകാശപ്പെടുന്ന, ഇന്ത്യയിൽ തന്നെ സാക്ഷരതയിൽ 1ാം റാങ്കിൽ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഭൂപ്രദേശത്തെ മനുഷ്യർ മാത്രം ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം വേണം എന്ന് പറഞ്ഞ് സമരം നടത്തേണ്ടുന്ന വിരോധാഭാസത്തിന്റെയും കോൺട്രഡിക്ഷന്റെയും കൂടി പേരാണ് ഐക്യ കേരളമെന്നും വികസിത കേരളമെന്നും നിങ്ങൾ തിരിച്ചറിയണം. ഒരു ഭാഗത്ത് ആളുകൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടനയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. എന്നാൽ വിഭവങ്ങളുടെ വിതരണം ജനാധിപത്യപരമായി ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യപ്പെടണം എന്ന വളരെ മഹത്തരമായ വളരെ ജനുവിനായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. അഥവാ മലപ്പുറത്തെ മുസ്ലിമോ, മലപ്പുറത്തെ ക്രിസ്ത്യാനിയോ, മലപ്പുറത്തെ ഈഴവനോ, മലപ്പുറത്തെ ഹിന്ദുവോ, മലപ്പുറത്തെ ആദിവാസിയോ, മലപ്പുറത്തെ ദളിതനോ എല്ലാം നമ്മൾ പറയുന്നത് മലപ്പുറത്ത് 10ാം തരം പാസ്സായിട്ടുള്ള, മലപ്പുറത്ത് +1 അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാനുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നാണോ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കേരളത്തിന്റെ കരയിലേക്ക് വളർന്നു വന്നത്, എന്നാണോ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്, രൂപീകരണത്തിന്റെ 1ാം നിമിഷം മുതൽ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന സവിശേഷമായിട്ടും വിദ്യാർത്ഥികളും യുവജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പിന്നെ തോരാതെ, അത് ഇടവേളയില്ലാതെ സംസാരിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. അപ്പം ചില ആളുകൾ പോസ്റ്റിടുന്നത് ഞാൻ കണ്ടു. അഥവാ ചില ആളുകൾ നടത്തിയ സമരത്തിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് മറ്റു ചില ആളുകൾ സമരം ചെയ്തു എന്നുള്ള വാഗ്വാദങ്ങളും വീമ്പ് പറച്ചിലുകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. 6 ദിവസം മുമ്പ് ആദ്യമായിട്ട് RDD ഓഫീസ് ഉപരോധിക്കുമ്പോഴല്ല മലപ്പുറത്തെ സമരം ആരംഭിച്ചതെന്ന് അവരോടായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. അഥവാ 6 ദിവസം മുമ്പ് 4 ആളുകളെ കൊണ്ടിട്ട് RDD ഉപരോധിക്കുന്ന സമരത്തിലൂടെയല്ല മലപ്പുറത്ത് ഈ വർഷത്തെ +1മായി ബന്ധപ്പെട്ട സമരം ആരംഭിച്ചതെന്ന് അക്കൂട്ടർ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരെ മുമ്പ് അതിനു മുമ്പ് ഏതാണ്ട് 2 മാസം മുമ്പ് അങ്ങ് പൂക്കോട്ടൂരിൽ നിന്ന് 10 കിലോമീറ്റർ നടന്നുകൊണ്ട് പടപ്പുറപ്പാട് എന്ന പേരിൽ ഐതിഹാസികമായിട്ടുള്ള സമര പ്രഖ്യാപനത്തിലൂടെ മലപ്പുറത്ത് മലബാറിലെ കേരളത്തിലെ ഈ വർഷത്തെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത, അതിന് രൂപകൽപ്പന ചെയ്ത സംഘടനയുടെ പേര് ഏതാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, അതിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അഥവാ ഇവിടുത്തെ സമരങ്ങൾ, ഇവിടുത്തെ സംഘടനകൾക്ക് എങ്ങനെ സമരം നടത്തണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത സംഘടനയുടെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായിട്ട് എപ്പോൾ ഡാറ്റ വേണോ ആ ഡാറ്റ കൊടുത്ത, അഥവാ ഒരു ഭാഗത്ത് സമരവും മറുഭാഗത്ത് പഠനവും മറുഭാഗത്ത് പദവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിനപ്പുറത്തേക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സമഗ്രമായിട്ട് മലപ്പുറത്തിന്റെയും മലബാറിന്റെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ധാർമ്മികമായും രാഷ്ട്രീയപരമായും ഇച്ഛാശക്തി കൈവരിച്ച ഒരു സംഘത്തിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഈ നാട്ടിൽ ആരൊക്കെ സമരം നടത്തുന്നുണ്ടോ, ഇവിടെ ഏതൊക്കെ ചാനലുകളിൽ ചർച്ച നടത്തുന്നുണ്ടോ, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയ ഡാറ്റയാണ്, ഞങ്ങൾ കൊടുത്ത വിവരാവകാശത്തിൽ കിട്ടിയ ഡാറ്റയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചോയ്സ് ആയിട്ട് മാറുന്നത്. ഇവിടുത്തെ MSFനും KSCനും എന്തിനേറെ പറയുന്നു, SFIക്ക് പോലും സമരം നടത്താനുള്ള ഡാറ്റ കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ മലപ്പുറത്തിന് സമരം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു സംഘമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മലപ്പുറത്തിന്റെ അവകാശങ്ങൾ നേടിയെടുത്തിട്ട് ഈ സമരങ്ങളെ നമ്മൾ അവസാനിപ്പിക്കൂ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാണ്ട് 2 ദിവസം മുമ്പ് ആരംഭിച്ച RDD പൂട്ടിയിടൽ സമരത്തിന്റെ സമരഹോലാഹങ്ങൾ മാത്രമല്ല, ഈ സമരം എപ്പോൾ തുടങ്ങിയതാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് 6 ദിവസം മുമ്പ് തുടങ്ങിയ ഒരു പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ. 1998ലാണ് PDP സംവിധാനം നിർത്തലാക്കിക്കൊണ്ട് +2 സംവിധാനം കേരളത്തിലേക്ക് ആരംഭിക്കുന്നത്. അന്ന് കേരളം ഭരിച്ചത് E.K. നായനാർ ഗവൺമെന്റാണ്. E.K. നായനാർ ഗവൺമെന്റിൽ P.J. ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് +2 സംവിധാനം ഉണ്ടാകുന്നത്. അന്ന് നമ്മുടെ നാട്ടില് സംസ്ഥാനത്ത് വ്യത്യസ്തങ്ങളായ ജില്ലകൾക്ക് സീറ്റുകൾ അലോട്ട് ചെയ്തു. അങ്ങനെ അലോട്ട് ചെയ്തപ്പോ ആദ്യത്തെ ബാച്ച് കേരളക്കരയിൽ ആരംഭിച്ചപ്പോൾ
അന്നു മുതൽ തുടങ്ങിയ വിവേചനമാണ് മലപ്പുറം അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അഥവാ 26 വർഷക്കാലത്തെ കാൽനൂറ്റാണ്ട് വർഷക്കാലത്തെ സമരത്തിന്റെ വിവേചന പർവം അനുഭവിക്കുന്ന ഒരു ജനതയാണ് മലപ്പുറം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനുശേഷം ഈ നാട്ടിൽ AK ആന്റണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. AK ആന്റണിയുടെ ഗവൺമെന്റിൽ നാലകത്ത് സൂഫി സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം രാജിവെച്ചു. ആദ്യത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന് ET ബഷീർ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു. ആ കാലഘട്ടത്തിൽ എന്താണ് നടന്നത്? ഞാൻ വളരെ സത്യസന്ധമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും കാര്യങ്ങൾ കാണണം എന്നാണ് വിചാരിക്കുന്നത്. സൂഫി സാഹിബിന്റെ കാലഘട്ടത്തിൽ, ET ബഷീർ സാഹിബിന്റെ കാലഘട്ടത്തിൽ അല്ലറ ചില്ലറ ബാച്ചുകളും സീറ്റുകളും മലപ്പുറത്തിന് തന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിൽ വെൽഫെയർ പാർട്ടിക്ക് അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് യാതൊരു പ്രയാസവുമില്ല. അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തിന്റെ ആവശ്യത്തിന് അനിവാര്യമായിട്ടുള്ളത് തന്നോ എന്ന് ചോദിച്ചാൽ തന്നില്ല. മലപ്പുറത്തിന് എത്ര സീറ്റ് വേണമെന്ന് ചോദിച്ചോ അതിനോട് നക്കാപ്പിച്ച തന്നിട്ട് മലപ്പുറത്തിന് ചിലത് തന്നു എന്ന് വരുത്തി തീർക്കുന്ന ശ്രമമാണ് ആന്റണിയുടെ ഗവൺമെന്റും ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ ഗവൺമെന്റും സ്വീകരിച്ചത് എന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അതിനുശേഷം സാക്ഷാൽ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ സഖാവ് MA ബേബി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അന്നത്തെ വർഷം ആദ്യമായിട്ട് VS അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ? കേരളത്തിലെ വിജയ ശതമാനം കുറയാനുള്ള കാരണം മലപ്പുറത്തും മലബാറിലും കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടാണ്. മലപ്പുറത്തും മലബാറിലും കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടാണ് കേരളത്തിന്റെ വിജയ ശതമാനം കുറയുന്നത് എന്നാണ് സാക്ഷാൽ VS അച്യുതാനന്ദൻ ആദ്യം പറഞ്ഞത്. നമുക്കറിയാം, ആ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ വിജയബേരി സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയത്. അങ്ങനെ വിജയബേരി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുകയും ഏതാണ്ട് 2005 മുതൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകുകയും 2006ലും 2007ലും ഒക്കെ 80% മുകളിൽ മലപ്പുറത്തെ പാസ് പെർസെന്റേജ് കൂടുകയും ചെയ്തു. അപ്പോ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു, മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് പാസ്സാകുന്നത് എന്നാണ് പിന്നീട് VS അച്യുതാനന്ദൻ പറഞ്ഞത്. മലപ്പുറത്തിന് അർഹതപ്പെട്ട ഒന്നും ആ ഗവൺമെന്റ് തന്നില്ല എന്ന് മാത്രമല്ല, മലപ്പുറത്തെയും മലബാറിനെയും പൈശാചികവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം 2011 ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ബഹുമാനനായ PK അബ്ദുൾ റബ്ബ് സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അല്ലറ ചില്ലറ സീറ്റുകൾ മലപ്പുറത്തും മലബാറിലും വന്നു എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. പക്ഷേ സീറ്റ് വന്നത് എവിടെയാ? ഇപ്പൊ ഈ കാണുന്ന 17 സീറ്റിന്റെ കണക്കുണ്ടല്ലോ. PK അബ്ദുൾ റബ്ബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് 17 മേഖലയിൽ കുത്തൊഴുക്ക് പോലെ സീറ്റുകൾ അനുവദിച്ചത്. അഥവാ 1.5 കോടി മനുഷ്യർ ടാക്സ് കൊടുക്കുന്ന മലപ്പുറം ജില്ലയിൽ അവർക്ക് ആനുപാതികമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാൻ ബാധ്യതപ്പെട്ട അബ്ദുൾ റബ്ബിന്റെ മന്ത്രിസഭ, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ അന്ന് പണം കൊടുത്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമാണ് മലബാറിലും മലപ്പുറത്തും ഒരുക്കിയത് എന്ന് കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 1ാം പിണറായി സർക്കാർ, നമ്മൾ ചാനൽ ചർച്ചകളിലും മറ്റും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ വെല്ലുവിളിച്ചതുപോലെ 1ാം പിണറായി സർക്കാർ വന്നു, അവരുടെ കാലാവധി പൂർത്തിയാക്കി. 2ാം പിണറായി സർക്കാർ വന്നു, അവർ കാലാവധി പൂർത്തിയാക്കാനിരിക്കുന്നു. ഇതുവരെ 8 വർഷമായിട്ട് 2016 മുതൽ 2024 വരെയുള്ള ഈ 8 വർഷക്കാലമായിട്ട് മലബാറിലേക്കോ മലപ്പുറത്തേക്കോ സ്ഥിരമായിട്ട് 1/2 ബാച്ച് പോലും അനുവദിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു 1/2 ബാച്ച് പോലും അനുവദിച്ചിട്ടില്ല. അപ്പൊ സർക്കാർ പറയുന്നത് ഞങ്ങൾ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചില്ല എന്നാണ്. എന്താണ് ഈ അനുവദിച്ച താൽക്കാലിക ബാച്ചുകളുടെ അവസ്ഥ? നമ്മളിപ്പോ സംസാരിക്കുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലാണ്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ബഹുമാനായ പാണക്കാട് തങ്ങന്മാരുടെ വില്ലേജിൽ പാണക്കാട് അവിടെ ഒരു സീറ്റ് അനുവദിച്ചു, ഒരു ബാച്ച് അനുവദിച്ചു. അവിടെ നിങ്ങൾ പോയി നോക്കണം. കഴിഞ്ഞ വർഷം അനുവദിച്ച താൽക്കാലികമായ ബാച്ചിൽ സ്ഥിരം അധ്യാപകരുണ്ടോ? ഇല്ല, ടെമ്പററി ജീവനക്കാരാണ്. PV ഇബ്രാഹിം MLA മണ്ഡലമായിട്ടുള്ള കൊണ്ടോട്ടിയിലെ EMA കോളേജ്, EMA ഹയർ സെക്കൻഡറി സ്കൂൾ, PK ബഷീർ സാഹിബ് MLA അധ്യക്ഷനായിട്ടുള്ള EMA ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബാച്ച് അനുവദിച്ചു. അവിടെയും താൽക്കാലിക അധ്യാപകർ. അപ്പം ഈ അധ്യാപകർ എങ്ങോട്ടാണ് പോയത്? തെക്കൻ കേരളത്തിൽ ഒഴിഞ്ഞു കിടന്ന സീറ്റുകളാണ് മലബാറിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ബാച്ചുകൾ ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ അധ്യാപകരുണ്ടാകും. ആ അധ്യാപകർക്ക് ഗസറ്റഡ് റാങ്കിൽ ശമ്പളം വാങ്ങുന്ന അധ്യാപകർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വില്ലേജിലും വകുപ്പുകളിലും ഡെപ്യൂട്ടേഷനിൽ ജോലി നൽകിക്കൊണ്ട് മലപ്പുറത്തും മലബാറിലും
താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്ന കാപട്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അവർ അനുവദിച്ച താൽക്കാലികമായ ബാച്ചിന്റെ അവസ്ഥ ഏതാണ്? സ്ഥിരമായിട്ടുള്ള ബാച്ചുകൾ അനുവദിക്കുന്നില്ല. ഞങ്ങൾക്ക് പരിഹാരമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനനായ ഉദ്ഘാടകൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. നമുക്ക് പരിഹാരമാർഗമുണ്ട്. ഞങ്ങൾ പറയുന്ന ഒന്നാമത്തെ പരിഹാരമാർഗം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് 20 ഹൈസ്കൂളുകളുണ്ട് ഗവൺമെന്റിന്റെ. ആ ഗവൺമെന്റിന്റെ ഹൈസ്കൂളുകൾ അടിയന്തരമായിട്ട് ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് 2020 മുതൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് സന്നദ്ധമാകണമെന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് മലപ്പുറം ജില്ലയിൽ എയ്ഡഡ് മേഖലയിൽ 19 സ്കൂളുകളുണ്ട്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം മണ്ഡലത്തിലെ MMET എല്ലാ സൗകര്യമുണ്ട്. അവിടുത്തെ മാനേജറോട് ഞങ്ങൾ സംസാരിച്ചു. കെട്ടിടമുണ്ട്, ക്ലാസ് മുറിയുണ്ട്, കസേരയുണ്ട്, ബെഞ്ചുണ്ട്, ഡെസ്കുണ്ട്. ബാച്ച് അനുവദിച്ചാൽ മതി. കേവലം 2 ബാച്ചാണ് അവിടെയുള്ളത്. അവിടെയുള്ള ബാച്ച് ഒന്ന് സയൻസ് ആണ്, മറ്റേത് ഹ്യൂമാനിറ്റീസ് ആണ്. അവിടെ കൊമേഴ്സ് ബാച്ചില്ല. അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോ ആ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ A+ പാസ്സായ കുട്ടി സങ്കടപ്പെട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കാക്ക, എനിക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പഠിച്ച ഈ സ്കൂളിൽ കൊമേഴ്സിന് ബാച്ചില്ല. 19 സ്കൂളുകൾ എയ്ഡഡ് മേഖലയിൽ മലപ്പുറം ജില്ലയിൽ 2 ബാച്ച് മാത്രമുള്ള സ്കൂളുകളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങ് താഴേക്ക് കോട്ടപ്പടിയിലേക്ക് ഇറങ്ങിയാൽ വിദ്യാഭ്യാസ ബന്ധവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളോട് ദീർഘനേരം സംസാരിക്കാൻ അവസരമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വനിതാ സ്കൂളിൽ കോട്ടപ്പടിയിൽ 8 ബാച്ചുണ്ട്. അങ്ങനെ 8 ബാച്ചും 10 ബാച്ചും ഒക്കെ വേണമെങ്കിൽ അനുവദിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ 19 സ്കൂളുകൾ എയ്ഡഡ് മേഖലയിൽ അവസരമുണ്ടായിട്ട് സൗകര്യമുണ്ടായിട്ട് കൂടുതൽ ബാച്ചുകൾ അവർ 2016 മുതൽ അപേക്ഷ കൊടുത്ത് കത്തിരിപ്പാണ് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കണം. അടിയന്തരമായിട്ട് അവിടേക്ക് ബാച്ചുകൾ അനുവദിക്കാൻ ഇവിടുത്തെ ഭരണകൂടം സന്നദ്ധമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഒരു കണക്ക് പുറത്തുവിട്ടു. കേരളത്തിൽ 129 സ്കൂളുകൾ 25 കുട്ടികൾക്ക് താഴെ മാത്രം കുട്ടികൾ പഠിക്കുന്ന 129 ബാച്ചുകൾ കേരളത്തിലുണ്ട്. അതിൽ കൂടുതലും പത്തനംതിട്ട ജില്ലയിലാണ്. 2ാം സ്ഥാനത്ത് ആലപ്പുഴയാണ്. അങ്ങനെ കേരളത്തിലെ 129 ബാച്ചുകളിൽ 25 കുട്ടികൾക്ക് താഴെ മാത്രം കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളുണ്ട്. അവിടുത്തെ ബാച്ചുകളെ അഗ്രഗേറ്റ് ചെയ്തുകൊണ്ട് ആ 129 ബാച്ചുകളും അടിയന്തരമായിട്ട് മലബാറിലേക്കും മലപ്പുറത്തേക്കും ഷിഫ്റ്റ് ചെയ്യണം, പെർമനന്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെടുന്നത്. പരിഹാരം നിർദ്ദേശിക്കുന്ന സംഘടനയാണിത്. സമരം നടത്തുക മാത്രമല്ല, പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയും അത് ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണിത്. ഇവിടെ സമരം നടത്തുന്ന സംഘടനകളോട് ഞാൻ പറയട്ടെ, ആ വീഡിയോയുമായിട്ട് മണിക്കൂറുകളോളം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ നേതൃത്വം സംസാരിച്ചു. എന്നാൽ നിങ്ങളൊക്കെ സമരം ആലോചിക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് ആ വീഡിയോയുമായിട്ട് ഞങ്ങൾ ദീർഘമായിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മന്ത്രി വിളിച്ച ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പങ്കെടുത്തപ്പോ മന്ത്രി പറഞ്ഞത് ആ കാര്യം പറഞ്ഞ് എഴുന്നേൽക്കേണ്ട എന്നാണ്. അദ്ദേഹം നിസ്സഹായാവസ്ഥയിൽ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് മന്ത്രി നിങ്ങൾ ഇതിവിടെ ഉന്നയിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അദ്ദേഹം ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയാതെ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സിവിൽ സൊസൈറ്റിക്കാണ്. അതാണ് ഇവിടെ കാണുന്ന മലപ്പുറം പട എന്ന് ഗവൺമെന്റ് തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ പൗരസമൂഹം ന്യായങ്ങളും അവകാശങ്ങളും ചോദിക്കുന്നതിന്റെ സൂചനയാണ് ഈ മലപ്പുറം പട. ഇത് ഞങ്ങളുടെ 6ാം ഘട്ട സമരമാണ്. ഇവിടെ ആരാണ് ആദ്യം സമരം നടത്തിയത് എന്ന് അന്വേഷിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ 6ാം ഘട്ട സമരമാണ് മലപ്പുറം പട എന്ന് പറയുന്നത്. ഈ പട മലപ്പുറം സിവിൽ സ്റ്റേഷന് മുമ്പിൽ നിന്ന് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാനല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് KM ഷഫീൻ ഇപ്പൊ ചർച്ച നടത്താൻ പോവുകയാണ്. ഈ നാട്ടിലുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ചർച്ച നടത്തുന്നു. ആ ചർച്ചയിലും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ആ ചർച്ചയിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പട അങ്ങ് വ്യാപിക്കും. ഈ പട അങ്ങ് വ്യാപിച്ച് മലപ്പുറത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ ഒരു വരവ് വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അന്ന് മലപ്പുറം ജില്ലയിലെ ഞാൻ എണ്ണമിട്ട് തന്നെ പറയുന്നു 10,000-ഓളം വരുന്ന എന്റെ സഹപ്രവർത്തകരെയും കൂട്ടിയിട്ട് ഞങ്ങൾ വരും. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ ഇടത് കൈയിലും വലത് കൈയിലും മലപ്പുറം ജില്ലയിൽ സീറ്റ് കിട്ടാതെ പോയ വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്ന് കൂടിയാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.
അവരെയും കൂട്ടിയിട്ട് ഒരു പട അങ്ങോട്ടേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നയിക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര മഴ പെയ്താലും, ഇനി അഥവാ ഈ മഴ മാറി വെയിൽ വന്നാലും നമ്മൾ ഇവിടെ ഇരിക്കും. എത്ര സമയമാണോ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ നേതൃത്വം ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചത്, അത്ര സമയം നമ്മൾ ഇവിടെ ഇരിക്കുമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതെന്ത് ഫലപ്രയോഗം ഉണ്ടായാലും എനിക്ക് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വലിയ മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് മലപ്പുറത്ത് സമരങ്ങളോട് നിങ്ങൾ കാണിക്കുന്നത്. ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്, ജനാധിപത്യ രാജ്യത്ത്, ഞാൻ ആരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോ ഇവിടുത്തെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ജനാധിപത്യ മാർഗത്തിൽ സമരം നടത്താൻ ഇവിടുത്തെ ആർക്കും അധികാരമുണ്ട്. നിങ്ങൾ നടത്തുന്നതാകട്ടെ വളരെ മാന്യമായ ന്യായമായ അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് സർക്കാരെ ഈ സമരം നടത്തുന്നത് എന്റെ ഈ ബാരിക്കേഡിന് മുമ്പിൽ നിൽക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും പ്രവർത്തകരും രക്ഷിതാക്കളും മാത്രമല്ല, അങ്ങ് ബാരിക്കേഡിന് പിറകിൽ നിൽക്കുന്ന മനസ്സുകൊണ്ട് നമ്മോടൊപ്പമുള്ള പോലീസുകാരും ഈ സമരത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങ് RTD ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ സമരത്തോടൊപ്പമുണ്ട്. എന്തിനേറെ പറയുന്നു, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള SFI പോലും നമ്മുടെ സമരത്തോടൊപ്പമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ ഈ സമരം എന്ന് പറയുന്നത് മലപ്പുറത്തിന്റെ സമരമാണ്. അതിൽ പാർട്ടിയില്ല, കക്ഷിഭേദമന്യേ എല്ലാവരും, ഉദ്യോഗസ്ഥരും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും അണിനിരുന്ന ഒരു സമരമാണ് ഈ സമരമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സമരത്തെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഐതിഹാസികമായ മലപ്പുറം പട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ അറിയപ്പെടുന്ന വാഗ്മിയും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ പ്രിയപ്പെട്ട കെ ഷഫീഖ് സാഹിബിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ ചെയ്യും. ഫ്രട്ടേണിറ്റിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന കളക്ടറേറ്റ് ഉപരോധ സമരത്തിന്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് ജംഷീർ അബൂബക്കർ, മറ്റ് സംഘടനാ നേതാക്കന്മാരെ, ഈ ചരിത്ര സമരത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും വെൽഫെയർ പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റിയുടെയും സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിനു മുമ്പും ആരംഭിച്ചതിനു ശേഷവും കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ജനകീയ പ്രശ്നമാണ് മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ, +1 സീറ്റിലെ അപര്യാപ്തത എന്നത്. ഒരു ഭരണകൂടം ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടങ്ങൾ അവരുടെ അധികാരം ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ എന്തിനാണ് ഒരു ജനതയെ എല്ലാ വർഷവും സമരത്തിന് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സമരത്തിലേക്ക് അവരെ വലിച്ചെറിയുന്നത് എന്ന ചോദ്യം കേരളത്തിൽ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അവഗണന, വിവേചനം, ജനാധിപത്യ വിരുദ്ധത എന്നീ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ഈ അവഗണന അംഗീകരിച്ചു തരാൻ ഞങ്ങൾ സന്നദ്ധരല്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റും ബാച്ചും ഞങ്ങൾ പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യമാണ് ഈ സമരത്തെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ സമരം അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി എണ്ണപ്പെടുന്ന ഒരു സമരമാണ്. തീർച്ചയായും ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ
സാക്ഷാൽ പിണറായി വിജയനും വി ശിവൻകുട്ടിയും പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യം നമ്മൾ ഉറപ്പിച്ചുകൊള്ളു. അതിന്റെ ദിവസങ്ങളും സമയവും മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ ചരിത്രപരമായ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് നാളെ അഭിമാനിക്കാൻ കഴിയും. ആ അഭിമാന ബോധത്തോടുകൂടി തന്നെ ഫ്രറ്റേണിറ്റിയുടെ ഈ കളക്ടറേറ്റ് ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സംവാദം നടക്കുകയാണ്. അതിന്റെ ഒരു തലക്കൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശിവൻകുട്ടി പറയുന്നു, മലബാറിൽ സീറ്റ് കുറവില്ല, മലപ്പുറത്ത് സീറ്റ് കുറവില്ല, സീറ്റ് എക്സസ് ആണ്, അധികമാണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സീറ്റ് മലബാറിലും മലപ്പുറത്തും ഉണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. മറുവശത്ത് മലബാറിലെ ജനങ്ങളാണ്, മലബാറിലെ വിദ്യാർത്ഥികളാണ്, മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ്. അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച പ്രസ്ഥാനം എന്ന നിലയിൽ ആ സംവാദത്തിന്റെ മറുവശത്ത് നയിക്കുന്നത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റാണ്. അവർ കണക്കിനെ നിരത്തി സംസാരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ ഒരു കണക്കുണ്ട്. അദ്ദേഹത്തിനെ കണക്ക് പഠിപ്പിച്ച മാഷിനെയാണ് ശരിക്കും നമ്മൾ ശിക്ഷിക്കേണ്ടത്. ഇങ്ങനെ വിദ്യാർത്ഥികളെ കണക്ക് പഠിപ്പിക്കരുത്. 1 1 2 തന്നെ കൂട്ടി പഠിപ്പിക്കണം. 1 1 4 ശിവൻകുട്ടിയെ ആ മാഷ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു 4000 സീറ്റിന്റെ കുറവേ ഉള്ളൂ. ഇന്നലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായുള്ള അഹമ്മദ് ദേവർകോവിൽ എംഎൽഎ രണ്ടാമത് എഴുന്നേറ്റ് ചോദിച്ചപ്പോ പറഞ്ഞു 8000 ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹത്തിന്റെ കണക്കിലെ തെറ്റ് നേരെ ഇരട്ടിയുടെ തെറ്റാണ്. 4000 8000 ആകുന്ന കണക്കാണ് ശിവൻകുട്ടിക്കുള്ളത്. ആ കണക്കുദ്ധരിച്ച് കേരളത്തിലെ മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മന്ത്രിയാണെങ്കിലും ശിവൻകുട്ടിയെ ശരിക്കുള്ള കണക്കിനങ്ങൾ പഠിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തോട്. ഒരു മന്ത്രിക്ക് കണക്ക് തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ഈ അടുത്തായി മുഴുവൻ കണക്ക് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കണക്ക് തെറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കള്ളക്കണക്കുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ യഥാർത്ഥ കണക്ക് പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ശിവൻകുട്ടി മന്ത്രിയെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ശിവൻകുട്ടിക്ക് കണക്ക് തെറ്റിയെങ്കിലും മലപ്പുറത്തെ SFIക്കാർക്ക് കണക്ക് തെറ്റിയിട്ടില്ല. അവര് ശരിക്കുമുള്ള ഭാഷ തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ സമരത്തിലുണ്ട്. SFIക്കാർ സമരം ചെയ്തതിനെ കുറിച്ച് ശിവൻകുട്ടി പറഞ്ഞത് അവർക്ക് സമരം ചെയ്യാൻ പൂതി കൊണ്ട് സമരം ചെയ്തതാണ്. ഇങ്ങനെയുള്ള ഒരു സംഘടന അപമാനിക്കാൻ പാടുള്ളത്. ഇതിന് VP സാനുവിന് മറുപടി പറയാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് സാനുവിന് വേണ്ടി ഞാൻ മറുപടി പറയുകയാണ്. SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ അപമാനിച്ചത് ശരിയല്ല. അത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇക്കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച VP സാനും ജംഷീർ അബൂബക്കറൊക്കെ ഒരുമിച്ചിരുന്ന് നയിക്കുന്ന സമരമാണിത്. ഇത് മലബാറിലെ ജനതയുടെ സമരമാണ്. ആ സമരത്തിൽ നിന്ന് ആരും മാറി നിന്നോ ആ മാറി നിൽക്കുന്നവരെ മലബാറിലെ ജനത ഒറ്റുകാരെന്ന് വിളിക്കുമെന്ന് പലവിധമാണ് ഈ ബോധമുള്ള രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്യേണ്ടത്. ഒരു ജനതയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ അവകാശത്തോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ ആ ജനത ഇപ്പൊ തന്ന പ്രഹരമൊന്നുമല്ല, പൊന്നാനിയിലും മലപ്പുറത്തും കിട്ടിയതിനേക്കാൾ വലുത് വരാനിരിക്കുന്നുണ്ട് എന്ന് CPM ഓർമ്മിപ്പിച്ചാൽ അതുകൊണ്ടാണ് ചെലവിപ്പം ഇല്ലാതിരിക്കുന്നത്. ഫ്രറ്റേണിറ്റിയെ ഒരു പോസ്റ്റ് ഇട്ടാൽ പിറ്റേത് 2 പോസ്റ്റ് ഇടുന്ന ചില ആളുകൾ 1.5 മാസമായിട്ട് പോസ്റ്റ് ഇടാത്തതിന്റെ കാരണം അവർക്കും ബുദ്ധി ഉദിച്ചു എന്നാണ്. അവർക്കും വെളിച്ചമുണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറച്ച് ദൂരെ വീഴൂ. വെറുതെ ജനങ്ങളെ പ്രകോപിപ്പിച്ച് വലുത് ചോദിച്ചു വാങ്ങരുതെന്ന തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. മലബാറിലെ ഈ മലപ്പുറത്ത് 82,446 അപേക്ഷകളാണ് +1 സീറ്റിന് വേണ്ടിയുള്ളത്. അതിനുണ്ട് ഇന്നലെ ഒരു മന്ത്രി പറയുന്നു ഈ അപേക്ഷ വന്നതിന്റെ കാരണം മലപ്പുറത്തെ കുട്ടികൾ 2 തവണ അപേക്ഷിക്കുന്നു. ഓന് കണക്കറിയില്ല.
ഇവിടെ ഏകജാലകം എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പാക്കി എന്ന വിവരം പോലും അറിയാത്തവനെ ഈ ജാതി മന്ത്രിസഭയിൽ വിളിച്ചിരുത്തുന്ന പിണറായി ഏകജാലകത്തിൽ ഒരു അപേക്ഷയേ ഉള്ളൂ, ഓപ്ഷനാണ് കൂടുതൽ. 2 സ്കൂളിലേക്ക് അപേക്ഷിക്കാൻ 2 അപേക്ഷ വരുത്തില്ല എന്ന് മന്ത്രി വി അബ്ദുറഹിമാനെ എവിടെയെങ്കിലും ഒരു പാഠശാല അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണം. ഏകജാലകം എന്താണെന്ന് മന്ത്രി അബ്ദുറഹിമാനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇതെല്ലാം കൂടി ഞങ്ങളിതെങ്ങനെ ഏറ്റെടുക്കുക? നിങ്ങളെല്ലാം കണക്ക് പഠിപ്പിക്കുക, ഏകജാലകം പഠിപ്പിക്കുക, വിദ്യാഭ്യാസം പഠിപ്പിക്കുക. ഇത്ര വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും മാത്രം ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അക്കാര്യം കൂടി CPM ഏറ്റെടുക്കണം. ഏകജാലകം എന്താണെന്ന് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഈ സന്ദർഭത്തിൽ VP സാറിനെ ഏൽപ്പിക്കുകയാണ്. SFIയുടെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹം വിളിച്ചിരുത്തി ക്ലാസ് കൊടുക്കണം. 2 അപേക്ഷയൊന്നുമായിട്ടല്ല വരുന്നത്, ഒറ്റ അപേക്ഷയായിട്ടാണ്. അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ ഇതൊരു അപേക്ഷയാണ്, ഓപ്ഷനുകളാണ് വ്യത്യാസമായി വരുന്നത്. അങ്ങനെ അപേക്ഷിച്ച കുട്ടികൾ അതിൽ ഇതിനകം പ്രവേശനം നേടിയത് 45,152. കണക്കറിയുന്നവർക്ക് മനസ്സിലാവുമല്ലോ. 82,446 45,000 പേർക്ക് അപേക്ഷ കിട്ടിയാൽ അതിൽ മെറിറ്റിന് അപേക്ഷ നേടിയ ആളുകൾ. ഇനി മെറിറ്റ് സീറ്റിൽ അവശേഷിക്കുന്നത് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ 4,928 മലപ്പുറത്ത് ബാക്കിയുള്ളത്. എന്നാൽ പുറത്തു നിൽക്കുന്ന കുട്ടികൾ, ഈ പരിഗണനയിൽ വരാതെ പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ നമ്പറാണ്, ഉയർന്ന നമ്പറാണ് നമുക്കറിയാം. ഇനി കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട, ഇതൊക്കെയാണ് ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത്. ആ കോട്ടയിലുള്ളത് 8,850 സീറ്റാണ്. അതിൽ തന്നെ 4,862 സീറ്റിൽ ഇതിനകം അഡ്മിഷൻ കഴിഞ്ഞു. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടയിൽ ഇനി ബാക്കിയുള്ളത് 3,988 സീറ്റ്. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, മെറിറ്റിൽ ബാക്കിയുള്ള കോട്ട, ഇത് 3 കൂടി എടുത്താൽ 8,916 സീറ്റാണ് കേരളത്തിൽ മലപ്പുറത്ത് ബാക്കിയുള്ളത്. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും മലപ്പുറത്ത് 23,516 കുട്ടികൾക്ക് മെറിറ്റിൽ സീറ്റില്ല എന്ന കണക്ക് പറയുന്നത് ഫ്രറ്റേണിറ്റിയുടെ വെൽഫെയർ പാർട്ടിയുടെ വെബ്സൈറ്റ് അല്ല, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലാണ് അത് പറയുന്നത്. ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നത് ഇവിടെ സീറ്റില്ലെന്നാരാ പറഞ്ഞത്? സീറ്റുണ്ടല്ലോ. എവിടെയാ സീറ്റുള്ളത്? അൺഎയ്ഡഡിൽ സീറ്റുണ്ട്. അൺഎയ്ഡഡിലെ സീറ്റുണ്ട്. അൺഎയ്ഡഡ് സീറ്റിൽ ഞങ്ങൾ പോയി പഠിച്ചോളാം. ഫീസ് സർക്കാർ കൊടുക്കോ? ഫീസ് കൊടുക്കോ? പിണറായി വിജയൻ നിയമസഭയിൽ എഴുന്നേറ്റെന്ന് പറയട്ടെ, മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലുള്ള സീറ്റ് 11,236 സീറ്റിൽ കുട്ടികൾ പോയി പഠിച്ചോളൂ. അവർക്കുള്ള ഫീസ് കേരളത്തിലെ സർക്കാർ നൽകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശവാദത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അല്ലാതെ അൺഎയ്ഡഡ് മാനേജ്മെന്റിന്റെ സീറ്റിൽ പോയി പൈസ കൊടുത്ത് പഠിക്കാൻ ശിവൻകുട്ടിയുടെ അനുമതിയൊന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുണ്ടോ വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുമതി? അപ്പൊ അദ്ദേഹം ഇത് ചേർത്ത് പറയുന്നതിന്റെ യുക്തി എന്താ? മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണോ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നയമാണോ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾ അവർ പൊതുവിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസത്തിന് തന്നെ സാർവത്രികമായ വിദ്യാഭ്യാസമായ +1+2 വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പണം കൊടുത്താണ് പഠിക്കേണ്ടത് എന്ന നിലപാട് ഇടതുപക്ഷം ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചതിന് ശേഷം വേണം ഞങ്ങളുടെ കുട്ടികളെ അൺഎയ്ഡഡിലേക്ക് പറഞ്ഞുവിടാൻ എന്ന ഗവൺമെന്റിനെയും ഇടതുപക്ഷ നേതാക്കളെ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒരു നിലപാടില്ലെന്നുണ്ടോ? നിങ്ങൾ അപ്പോൾ നിലപാട് പറയുമ്പോ ഞങ്ങൾ പുരോഗമന ഇടതുപക്ഷ വർഗ രാഷ്ട്രീയ എന്നൊക്കെ നീട്ടി പറയുകയോ മറുവശത്ത് അൺഎയ്ഡഡിലേക്ക് പോയിക്കോ എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അൺഎയ്ഡഡിലെ സീറ്റിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. അതിൽ നിങ്ങൾ പണം കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുമെങ്കിൽ അത് സർക്കാരിന്റെ ഓഹരിയിലേക്ക് ഞങ്ങൾ വകവെച്ചു തരാം. അല്ലാത്തിടത്തോളം ഇത് അനീതിയാണ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശിവൻകുട്ടി തലസ്ഥാന നഗരിയെ പ്രതിനിധാനം ചെയ്യുന്ന MLA കൂടിയാണല്ലോ. ശിവൻകുട്ടി തിരുവനന്തപുരത്ത് എഴുന്നേറ്റ് നിന്നിട്ട് തിരുവനന്തപുരത്തെ രക്ഷിതാക്കളോട് നിങ്ങളുടെ കുട്ടികളെ അൺഎയ്ഡഡിലേക്ക് വിട്ടോളൂ എന്ന് പറയാനുള്ള
കൂട്ടുന്നത്. ആ കണക്കെന്താ മലപ്പുറത്തും മലബാറിലും വരുമ്പോൾ മാറുന്നത്? അവിടെയെല്ലാം സർക്കാർ കോട്ടയിൽ, സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് കോട്ടയിൽ എല്ലാ അപേക്ഷകർക്കും കൊടുക്കാനുള്ള സീറ്റിന്റെ എണ്ണം തികച്ചു വച്ചിട്ട് മറ്റൊരു സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്ത് വന്ന് ഈ ജാതി യുക്തികൾ അവതരിപ്പിച്ചാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. നിങ്ങളോട് ഈ ഭരണകൂടം വിവേചനം കാണിക്കും. ആ വിവേചനത്തിന് മലബാർ ജനത വഴങ്ങിത്തരണമെന്നാണ് പറയുന്നതെങ്കിൽ അത് വഴങ്ങിത്തരില്ല എന്ന് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന് ഞാൻ ഈ സന്ദർഭത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അണ്ണയുടെ കണക്ക് അവിടെ നിൽക്കട്ടെ. ഇനി അണ്ണയിലും സീറ്റുണ്ട്. അതും കഴിഞ്ഞാൽ അണ്ണയുടെ സീറ്റ് ഞാൻ പറഞ്ഞു 11,236. അതിൽ 950 പേര് ഇതിനകം പ്രവേശനം നേടിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികച്ച നിലവാരവും മറ്റുമൊക്കെ അക്കാദമിക് അന്തരീക്ഷമൊക്കെ വെച്ച് സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ അണ്ണയുടെ ബഹുഭൂരിപക്ഷവും. അവിടെ സാധാരണക്കാരന്റെ കുട്ടികൾ എടുക്കില്ല, മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളെ എടുക്കില്ല, ഫീസ് കൊടുക്കാൻ പറ്റാത്തവന്റെ കുട്ടികൾ എടുക്കില്ല. അണ്ണയുടെ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടാത്ത പശ്ചാത്തല സൗകര്യങ്ങളിൽ മികച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വോട്ട് ചെയ്യുന്ന സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാക്കളുടെ സ്ഥലമാണ് അണ്ണയുടെ. അതുകൊണ്ടാണ് അവിടേക്ക് കുട്ടികളെ രക്ഷിതാക്കൾ പലരും അയക്കുന്നത്. അവിടെ ഈ സാധാരണക്കാരന്റെ മക്കളെങ്ങനെയൊക്കെ നിങ്ങളുടെ 3 തവണ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തുന്നു. ആ ഓപ്ഷനിൽ ഉൾപ്പെടാത്തവരെ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവെച്ച് അവർ അണ്ണയിലേക്ക് പോകുക എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇനി അതും എടുക്കാൻ മലപ്പുറത്തുകാർ തീരുമാനിച്ചാലും 10,286 സീറ്റ് പിന്നെയും അവിടെ ആളുകൾ അപേക്ഷകർ ബാക്കിയാണ്. ഇതെല്ലാം എടുത്താലും 10,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ്. ഈ കുട്ടികളോട് ശിവൻകുട്ടി മിനിസ്റ്ററുടെ അടുത്ത ഉപദേശം, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ, എന്നാ പോയി ITIക്ക് ചേർന്നു. അതാണ് അടുത്ത ഉപദേശം. നിങ്ങൾ ITIക്ക് പോയിട്ട് ചേർന്നോ, പോളിടെക്നിക്ക് ചേർന്നോ. ITIയിലും പോളിടെക്നിക്കിലുമൊക്കെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ചേരുന്നത് ഇന്നത്തെ കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിലെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമാണ് +2 എന്ന് പറയുന്നത്. നേരത്തെ SSLC എന്ന് പറഞ്ഞിരുന്നത് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമായിരുന്നിടത്ത് നിന്ന് ഇന്ന് +2 ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കേരളത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത് 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബേസ് എഡ്യൂക്കേഷൻ അല്ല. അത് സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വരെയുള്ള +2 വരെയുള്ള എഡ്യൂക്കേഷൻ ആണ് ഇന്നൊരു ബേസ് എഡ്യൂക്കേഷൻ ആയിട്ട് ലോകം കാണുന്നത്. നമ്മുടെ കുട്ടികൾ ലോകം മുഴുവൻ പരന്നു പഠിക്കാൻ ശേഷിയുള്ളവരാണ്. രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ പോയി പഠിക്കേണ്ട കുട്ടികളാണ്. ആ കുട്ടികൾ അവരുടെ ബേസ് എഡ്യൂക്കേഷനായ +1 +2 ഒഴിവാക്കിയിട്ട് ITIയിൽ പോയി പഠിക്കണം എന്ന് മന്ത്രി പറഞ്ഞാൽ ആ മന്ത്രിക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രാഥമിക ധാരണ പോലുമില്ല എന്നതിന്റെ തെളിവാണ്. ആ ധാരണയുണ്ടെങ്കിൽ പറയില്ല. അദ്ദേഹം ഇത് തന്നെ ദക്ഷിണ കേരളത്തിൽ പറയില്ല. തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികളോട് പറയുകയാണ്, നിങ്ങളൊക്കെ ITIക്കും പോളിടെക്നിക്കും ഒക്കെ പോയിക്കോ എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിക്ക് സെക്രട്ടേറിയറ്റ് മലബാറിലേക്ക് മാറ്റേണ്ടി വരും. ദക്ഷിണ കേരളത്തിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് ഒരു മന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ട് കയ്യോടെ പിടിക്കപ്പെട്ട ഒരു കളവ്, ഒരു കള്ളക്കണക്ക്, ഒരടിസ്ഥാനവുമില്ലാത്ത കള്ളക്കണക്ക്, ആ കള്ളക്കണക്ക് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ, അതിശക്തമായ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് ഇടതുപക്ഷ സർക്കാരിന് നൽകിയത്. അതെന്തുകൊണ്ടാണെന്ന് എത്ര കണക്ക് കൂട്ടിയിട്ടും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ സ്വന്തം വോട്ട് ബാങ്കുകൾ ചോർന്നുപോയി. എന്തുകൊണ്ടാണ് സ്വന്തം വോട്ട് ബാങ്ക് ചോർന്നുപോയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കമ്മീഷൻ നിയോഗിച്ചിരിക്കുകയാണ്. ആ കമ്മീഷന്റെ മുന്നിൽ ആദ്യത്തെ തെളിവെടുപ്പ് ഞങ്ങൾ നൽകാം. എന്താ സ്വന്തം വോട്ട് പോയത്? ഞാൻ എന്നൊരു കാര്യം പറയാം. ഇപ്പോ ഇവിടെ സമരം ചെയ്യുന്ന SFIക്കാരുണ്ടല്ലോ, അത് നല്ലൊരു ശതമാനവും 18 വയസ്സ് കഴിഞ്ഞവരാ. ആ SFIക്കാര് ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വോട്ട് എങ്ങോട്ട് പോയെന്ന് മനസ്സിലായോ? കുട്ടികൾക്ക് പഠിക്കാൻ മതിയായ സീറ്റില്ലെങ്കിൽ ആ അവസര നിഷേധത്തിന് ഇരയാകുന്നവർ പാർട്ടിക്കാരായതുകൊണ്ട് വോട്ട് ചെയ്യില്ല.
ആലോചിച്ച് നോക്കൂ. മലബാറിലെ ഒരു ജനത, ഇവിടെ ജാതിയുണ്ടോ, ഇവിടെ മതമുണ്ടോ, ഇവിടെ കക്ഷി രാഷ്ട്രീയമുണ്ടോ? ഒരു ജനത ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുമ്പോ മന്ത്രി പറഞ്ഞതെന്താ? മലപ്പുറം വികാരം ഉണർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കരുത്. ആദ്യ പ്രസ്താവന ശിവൻകുട്ടി. ഇനി അനുബന്ധ പ്രസ്താവന എവിടുന്നാ വരുന്നത് നോക്കൂ. ബിജെപിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വക. മലപ്പുറം ഒരു സംസ്ഥാനമാകാൻ പോകുന്നു, മലബാർ ഒരു സംസ്ഥാനമാകാൻ പോകുന്നു എന്ന ഒരു വാദമാണ്, ഒരു നരേഷനാണ് അതിനെ തുടർന്ന് സുരേന്ദ്രൻ കെട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എവിടേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരോട് 8 കൊല്ലമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുടെ ആത്യന്തിക ഫലം നിങ്ങളുടെ അനുയായികൾ സംഘപരിവാറിലേക്ക് ഒലിച്ചു പോകും. ഞങ്ങളെ എത്ര ആക്രമിച്ചാലും, സാക്ഷാൽ പിണറായി വിജയൻ നേരിട്ട് നയിക്കുന്ന യുദ്ധമായാലും വെൽഫെയർ പാർട്ടിയോ ഫ്രറ്റേണിറ്റിയോ 1% ക്ഷീണിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളല്ല ക്ഷീണിക്കുക, നിങ്ങൾ തന്നെയായിരിക്കും ക്ഷീണിക്കുക എന്ന് 8 വർഷം മുമ്പ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പൊ എവിടെ എത്തി കാര്യം? നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ ബിജെപി കൊണ്ടുപോയി. എന്താ കാര്യം? സാമൂഹിക പ്രശ്നങ്ങളെ വർഗീയവൽക്കരിക്കുകയും അത് ഇസ്ലാം നീതിക്ക് കാരണമാക്കുകയും ഇസ്ലാമോഫോബിയയുടെ നിറം ചാർത്തി ജനകീയ സമരങ്ങളെ അമർച്ച ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ അതിന്റെ ഭാഗമായ നിങ്ങളുടെ അനുയായികളുണ്ടല്ലോ, അവരതിലെ ഏറ്റവും മുന്തിയ ഓപ്ഷൻ സ്വീകരിച്ച് ബിജെപിയിലേക്ക് പോവുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ സമീപനങ്ങൾ കൊണ്ട് ഒരു ജനകീയ പ്രശ്നത്തെ കീഴ്പ്പെടുത്തി കളയാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സുരേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവകാശ സമരങ്ങൾക്ക് വേറെ മുദ്ര ചാർത്തി തന്നാൽ സമരം ഉപേക്ഷിച്ചു പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എടപ്പാൾ ഓടിയ നിങ്ങളുടെ പിൻഗാമികളല്ല ഈ സമരം നയിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനൊന്നും ഓടിപ്പോകുന്നുമില്ല. വളരെ അഭിമാനത്തോടെ നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങും. ആ അവകാശം തരുന്നതുവരെ ഈ സമരം നയിക്കും. മലബാറിലെ മലപ്പുറത്തെ അവസാനത്തെ കുട്ടിയും ക്യാമ്പസിന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് ഉറപ്പുവരുത്താതെ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകരോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. വളരെ അഭിമാനത്തോടെ ഞാൻ അവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകർ, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകർ, അവർ ഒരു ജനതയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മാതൃകാപരമായ ഒരു മാധ്യമ പ്രവർത്തന സമീപനമായി ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ജംഷീർ പറഞ്ഞു, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ ഈ സമരത്തിനോട് മാനസികമായ അഭിമുഖ്യം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ഈ സമരം വിജയിക്കാനുള്ള സമരമാണ്. ഞാൻ ഒരു കാര്യം കൂടി ഗവൺമെന്റിനോട് പറയുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളാണ് ഈ സമരം നയിക്കുന്നത്. കുട്ടികൾ തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ലാത്തത് കൊണ്ടാണ് ഈ സമരം ഫ്രട്ടേണിറ്റി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടം വന്നാൽ ഈ തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നില്ലെങ്കിൽ മലബാറിലെ വെൽഫെയർ പാർട്ടിയുടെ കരുത്തെന്താണെന്ന് കേരള സർക്കാരിന് അറിയുമല്ലോ. ഈ സമരം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ മലബാറിന്റെ ഉജ്ജ്വല പോരാട്ടമായി മാറുമെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അത്രത്തോളം ഇന്ന് കാര്യങ്ങൾ എത്തിക്കരുത്. ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ചർച്ച നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഫ്രറ്റേണിറ്റിയുടെ പ്രസിഡന്റ് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ രീതിയുണ്ട്, കയ്യിലുള്ള കണക്ക് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി പിരിച്ചുവിടാനുള്ള ഒരു രീതി ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കയ്യിലെ കണക്ക് ബോധ്യപ്പെടുത്താനാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു, ശിവൻകുട്ടിയുള്ളത് കള്ളക്കണക്കാണ്. ആ കള്ളക്കണക്കല്ല, ശരിയായ കണക്കാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് SFIക്കാർക്ക്, മലബാറിലെ മലപ്പുറത്തെ SFIക്കാർക്കും ബോധ്യപ്പെട്ട കണക്കാണ്. അവരെ കൂടി ഞങ്ങൾ പഠിപ്പിച്ച കണക്കാണ് എന്നതുകൊണ്ട് കള്ളക്കണക്ക് പറഞ്ഞ് യോഗം പിരിച്ചുവിടാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്. അത് തീക്കൊള്ളി കൊണ്ട് തലതെറിയലാണ്. അതിനു പകരം ഇന്ന് വിദ്യാർത്ഥികളെ വിളിച്ചു ചേർക്കുമ്പോ മലപ്പുറത്ത് ബാച്ചുകൾ അനുവദിക്കും. ബാച്ചാണ് വേണ്ടത്, മലപ്പുറത്ത് ബെഞ്ചല്ല വേണ്ടത്. ഇപ്പൊ സർക്കാർ അനുവദിക്കുന്നത് മലബാറിന് ബെഞ്ച്, മധ്യ
ഈ വിവേചനം ശരിയല്ല. ആ വിവേചനം ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ മലബാർ വികാരം ഉണ്ടാക്കരുത്, മലപ്പുറം വികാരം ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ. ശരി, ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയ സമീപനമാണല്ലോ സ്വീകരിക്കേണ്ടത്. ആ സമീപനം സ്വീകരിക്കുമ്പോ തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടെ? മലപ്പുറത്ത് പത്തനംതിട്ടയിലും കൊല്ലത്തും ആലപ്പുഴയും കോട്ടയത്തും ബാക്കിയുള്ള സീറ്റ് അത് മലപ്പുറത്തിന് കൊടുക്കുമ്പോ എന്താ ഈ സംസ്ഥാന വികാരം വരാത്തത്? അവിടെ എന്താ സംസ്ഥാന വികാരം വർക്കൌട്ടാകാത്തത്? മലപ്പുറത്തേക്ക് കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് മലപ്പുറത്തേക്ക് ഒരു 100 ബാച്ച് 50 ബാച്ച് എടുത്തു കൊടുത്താൽ നിങ്ങൾ പറയണം ഇതൊരു സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ജില്ലകളാണ്, ഈ ജില്ലയിൽ എക്സസ് ഉള്ളത് ഷോർട്ടേജ് ഉള്ള ജില്ലയിലേക്ക് ഞങ്ങൾ കൊടുത്തു എന്ന് മറുപടി പറയാൻ എന്താണ് നിങ്ങൾക്ക് പറ്റാത്തത്? അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു സംസ്ഥാനം എന്ന വികാരം വർക്കൌട്ടാകാത്തത്? അപ്പോൾ വിവേചനം അനുഭവിക്കുന്ന ആളുകൾ ഒരു സംസ്ഥാനം എന്ന ബോധം നിലനിർത്താൻ വേണ്ടി വിവേചനം സ്വയം അനുഭവിച്ച് ത്യാഗികളാകണമെന്നാണ് പറയുന്നതെങ്കിൽ അതിന് ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് കേരള സർക്കാരിനോട് പറയാനുള്ളത്. അതിനു പകരം ബാച്ച് എക്സസ് ഉള്ള ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് ബാച്ച് അനുവദിക്കണം, ഇല്ലെങ്കിൽ പുതിയ ബാച്ച് അനുവദിക്കണം. എന്നിട്ട് കുട്ടികൾക്ക് മാന്യമായി പഠിക്കണം. ഇവിടെയൊന്നും പൊതുയോഗം നടത്താൻ പറ്റില്ല. ഹയർ സെക്കൻഡറി +1 +2 ക്ലാസുകളിൽ അധ്യാപകർ പൊതുയോഗമാണ് നടത്തുന്നത്. അവർ ക്ലാസുകൾ നടത്തുന്നത് 65-70 കുട്ടികളെ കുത്തുനിറച്ചിട്ട് അവരുടെ മുന്നിൽ തൊണ്ടവട്ടുമാർ ഉച്ചത്തിൽ മൈക്കിന്റെയും ഉച്ചഭാഷണിയുടെയും സഹായത്തോടുകൂടി ക്ലാസ് എടുത്ത് മലബാറിലെ കുട്ടികൾ പഠിക്കുമ്പോ, ഞാൻ ദക്ഷിണ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ്. എന്റെ നാട്ടിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 30-40 കുട്ടികളിരുന്ന് വളരെ വൃത്തിയുള്ള ബെഞ്ചും ക്ലാസ് റൂമിലും വളരെ ശാന്തമായി പഠിക്കുമ്പോ ഈ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്ത് 70 കുട്ടികളിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിവേചനമുണ്ടോ? ആ വിവേചനത്തിന് വഴങ്ങുകയില്ല എന്ന ഒരു നിശ്ചയദാർഢ്യമാണ് ഈ സമരത്തിന് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. ഈ സമരാവേശം നിലനിർത്തിക്കൊണ്ട് വളരെ ആർജവത്തോടുകൂടി മുന്നോട്ട് പോവുക. അന്തിമ വിജയം നമ്മൾ നേടിയെടുക്കും. അത് നേടും വരെ സമരങ്ങൾക്ക് തുടരും എന്ന് ഗവൺമെന്റിനെയും പൊതുസമൂഹത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഫ്രട്ടേണിറ്റി വുമൻ കേരളയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP തശരീഫാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഐതിഹാസികമായ ചരിത്ര പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഷഫീഖ്, ഫ്രട്ടേണിറ്റിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സഹോദരൻ ജംഷീൽ അബൂബക്കർ, ഈ മലപ്പുറം പടക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഫ്രട്ടേണിറ്റിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, ആദ്യമായി ഈ പൊരിവെയിലെത്തും കോരിച്ചൊരിയുന്ന മഴയത്തും ഒരുപോലെ മലപ്പുറത്തിന്റെ നഗരവീതിയിലൂടെ
നഗരത്തിന്റെ തെരുവുകളിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശ ചോദ്യങ്ങളുമായി സംഗമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ഇങ്ങനെ ഇതുപോലെ സംഗമിച്ചിരിക്കുന്നത് സമയത്ത് തന്നെയാണ് കോഴിക്കോട് ഫ്രട്ടേണിറ്റിയുടെ സഹപ്രവർത്തകർ RDD ഓഫീസ് ഉപരോധിക്കുകയും ഈ സമയം അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഫ്രട്ടേണിറ്റിയുടെ സഹപ്രവർത്തകർ റോഡ് ഉപരോധ സമരം നടത്തി, അവരും ജയിലിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സഹപ്രവർത്തകർ ജയിലിലാണ്. അവരെയും ഞാൻ ഈ സമയം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്ന് നമ്മൾ ഇങ്ങനെ സമ്മേളിച്ചിരിക്കുന്നത് ഇത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്ന സമരമല്ല. നമ്മൾ ഇന്നലെയും തെരുവിലായിരുന്നു, കഴിഞ്ഞ ദിവസവും തെരുവിലായിരുന്നു. കഴിഞ്ഞ ദിവസവും അറസ്റ്റ് വരിച്ച നേതാക്കൾക്ക് നിങ്ങൾക്ക് ഈ സമരത്തിന്റെയും മുൻനിരയിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെയും നിങ്ങൾക്ക് കാണാം. അതിന്റെ പേര് കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നത് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുവാൻ നിങ്ങൾക്ക് കഴിയും. ഈ സമരം അങ്ങനെ ഞങ്ങൾ കേവലമായ അനുഷ്ഠാന സമരമായി നടത്തി അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചവരല്ല. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ വർഷവും ജൂൺ മാസം അങ്ങനെ കടന്നു വരുമ്പോൾ ഫ്രട്ടേണിറ്റി അവരുടെ സമരമുണ്ടായിരിക്കും, ഞങ്ങൾ തയ്യാറെടുത്തുകൊള്ളാം എന്ന് മനസ്സിലാക്കുന്ന സമരത്തിന്റെ പേരല്ല. നിങ്ങൾ അങ്ങനെ എന്ത് വിചാരിച്ചാലും ശരി, മലബാറിന്റെ ചോദ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന തെരുവിൽ തുടരുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് കൂടിയായിരിക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നത് ഞങ്ങൾ ആഗ്രഹത്തോടുകൂടി വിളിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമന മുഖ്യധാര വിദ്യാർത്ഥി സംഘടന എന്ന് എഴുതി വെച്ച് വീമ്പ് പറയുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഞങ്ങൾ തിരിച്ചറിവിലൂടെ ഈ സമരത്തിന്റെ മുൻനിരയിൽ എത്തിച്ചത് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. SFIയോട് അതുപോലെ തന്നെ ഇടതുപക്ഷത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വൈകിയാണ് വിവേകം ഉദിക്കുന്നതെങ്കിൽ നേരത്തെ വിവേകം ഉദിച്ച വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ച നടക്കുകയാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ച നടക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങോട്ടേക്ക് ചർച്ചയ്ക്ക് വിളിച്ചതല്ല. നിരന്തരമായ സമര പ്രക്ഷോഭത്തിന്റെ ഫലമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാർത്ഥി സംഘടനകളെ നിർബന്ധമായി ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നതാണ്. ഇതും ഞങ്ങളുടെ സമര വിജയമായി പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ചർച്ചയിലും നേരത്തെ പറഞ്ഞതുപോലെ കേവലമായ കണക്കും കേവലമായ താൽക്കാലികമായ ബാച്ചും നൽകി ഈ വർഷത്തെ സമരവും ഈ വർഷത്തെ ചോദ്യങ്ങളും അവസാനിപ്പിക്കാമെന്നാണ് ശിവൻകുട്ടിയുടെ ലക്ഷ്യമെങ്കിൽ ശിവൻകുട്ടിക്ക് തിരുവനന്തപുരത്ത് തന്നെ തുടരാമെന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് പറയാനുള്ളത്. അങ്ങ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സമരപ്രവർത്തകർ മലപ്പുറം ജില്ലയിലൂടെ സമാധാനപരമായി മുന്നോട്ട് പോകുവാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ സമര പ്രഖ്യാപനം. അങ്ങനെ കേവലമായ യാചനയുടെയും അഭ്യർത്ഥനയുടെയും അതുപോലെ തന്നെ നിവേദനങ്ങളുടെയും കാലം കഴിഞ്ഞു. ശിവൻകുട്ടി, നിങ്ങളെ സമാധാനപരമായി വഴി നടത്തുവാൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അനുവദിക്കുകയില്ല. പിടിച്ചു വലിച്ച് ചോദിച്ചു വാങ്ങുന്നതിലും ഞങ്ങളുടെ അവകാശം തന്നെയാണ് ഈ മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമര പ്രക്ഷോഭം ഞങ്ങൾ അങ്ങനെ മലബാറിലെ ജില്ലകളിൽ, കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിലും കേരളത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ അവകാശ ചോദ്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ന്യായമായി നീതിപൂർവകമായി ഇവിടെ മലപ്പുറത്ത് മലബാർ ജില്ലകളിൽ അവസാനിക്കുന്നത് വരെയും ഞങ്ങൾ പൊരിവയിലെത്തും മഴയത്തും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മലപ്പുറത്ത് നിന്ന് മലപ്പുറത്തെ മനുഷ്യരുടെ വോട്ട് വാങ്ങി നിയമസഭയിൽ പോയ മനുഷ്യരുണ്ടല്ലോ, അവരോട് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ കള്ളക്കണക്ക് പറഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ മിണ്ടാതിരുന്നെങ്കിലും കള്ളക്കണക്ക് പറഞ്ഞ് നിങ്ങൾ ഇവിടുത്തെ മനുഷ്യരെ അപഹാസ്യരാക്കരുത്, പരിഹാസ്യരാക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി ഇന്നലെ ഒരുളുപ്പമില്ലാതെ മലപ്പുറത്തെ A+ നേടി പുറത്തു നിർത്തപ്പെട്ട മക്കളെയും പരിഹസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. വി അബ്ദുറഹ്മാനും സമാധാനപരമായി മുന്നോട്ട് പോവുകയില്ല എന്ന് തന്നെ മുന്നറിയിപ്പിന്റെ വശയിൽ മറുപടി പറയുവാൻ ആ മന്ത്രിയോട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന മഹാനുണ്ടായിരുന്നു, സാക്ഷാൽ KT ജലീൽ എന്നായിരുന്നു പേര്.
വിദ്യാഭ്യാസ രംഗത്ത് ഈ ജില്ല അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് അവകാശ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ വരും നാളുകളിൽ കേരളത്തിന്റെ തെരുവുകളിൽ, മലബാറിന്റെ തെരുവുകളിൽ ഉയർത്താൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് മുന്നറിയിപ്പിന്റെ ഭാഷയിൽ ഇതാ തിരിച്ചറിവുള്ള പ്രസ്ഥാനം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെ, പൊതുസമൂഹത്തെ, അധ്യാപകരെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും ഉയർത്തിക്കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ അവകാശങ്ങളുടെ മേഖലയിൽ ഇനിയും ധാരാളക്കണക്കിന് ചോദ്യമുണ്ട്. അത് പ്ലസ് വണ്ണിൽ നിന്ന് തുടങ്ങി യൂണിവേഴ്സിറ്റി തലങ്ങളിൽ തുടങ്ങി ഇവിടെ അനുവദിക്കുന്ന ധാരാളക്കണക്കിന് വികസന പദ്ധതികൾ വരെ എത്തി നിൽക്കുന്ന ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതും ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ മലബാറിൽ പുതിയ യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നതുൾപ്പെടെയുള്ള സമരപ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് കൂടി, എന്ന മുന്നറിയിപ്പ് കൂടി പൊതുസമൂഹത്തിൽ നൽകിക്കൊണ്ട് കേരളത്തിലെ മലബാറിലെ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ഈ മൂവ്മെന്റിനെ, ഈ ഇരുവർക്ക പതാകയെ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഉജ്ജ്വലമായി, കരുത്തോടുകൂടി ഇനിയും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരപ്രക്ഷോഭത്തിൽ അണിനിരന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി 1000 വിപ്ലവാഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഫ്രട്ടേണിറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മള് പ്രസംഗിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഇതൊരു സമരമാണ്. ഈ സമരത്തിന്റെ അവസാനത്തിലേക്ക്, അഥവാ ഈ സംസാര പരിപാടിയുടെ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഉപരോധ സമരത്തെ മലപ്പുറമണയെ അഭിസംബോധന ചെയ്ത്, ഈ സമരത്തിന് അഭിവാദ്യം ചെയ്ത്, ഈ സമരത്തിന്റെ സമാപന പ്രഭാഷണം നടക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു. എല്ലാവരോടും ഇരിക്കണം. ആദരണീയനുള്ള ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുള്ള പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് സർ, ഈ ഉപരോധത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ, പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും ജില്ലാ നേതാക്കളെ, നല്ലവരായ ഫലപ്രവർത്തകരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നൽകുകയാണ്. നമുക്കറിയാം, ഒരു കുട്ടി 10ാം ക്ലാസ്സിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ വീട്ടുകാർക്കും ആ കുട്ടിക്കും ഉണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. 10ാം ക്ലാസ്സിലേക്ക് കുട്ടി പ്രവേശിക്കുന്നതോടുകൂടി രാപ്പകലില്ലാതെ പഠിച്ച് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്കറിയാം വ്യത്യസ്ത പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുവാൻ വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും അതേപോലെ തന്നെ സമൂഹവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ട്യൂഷൻ, വൈകുന്നേരമായ സ്കൂൾ ക്യാമ്പുകൾ, നൈറ്റ് ക്യാമ്പുകൾ, അങ്ങനെ കുട്ടി 10ാം ക്ലാസ്സിലെ കുട്ടി പരീക്ഷ എഴുതാറാവുമ്പോഴേക്ക് രക്ഷിതാവും കുട്ടിയുമൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ട് തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവസാനം പരീക്ഷ എഴുതി പുറത്തു വന്നാൽ നിങ്ങൾ നിങ്ങളുടെ പണി തോർക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മലപ്പുറത്തെ മക്കൾക്ക്, മലബാറിലെ മക്കൾക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം കാലാകാലങ്ങളായിട്ട് മലബാറിൽ, മലപ്പുറത്ത് നിലനിൽക്കുകയാണ്. അവിടെയാണ് വെൽഫെയർ പാർട്ടിയും ഫ്രട്ടേണിറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മലപ്പുറത്തെ മക്കൾ ഇവിടെ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ, മലപ്പുറത്തുകാർ ഇവിടെ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് അവിടെ